സൈബർ തട്ടിപ്പുകൾ ആധുനിക കാലത്തെ ഏറ്റവും ഭയക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. അക്കൗണ്ടിൽ നിന്ന് ആയിരങ്ങളും ലക്ഷങ്ങളും നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതി. അതിനാൽ വ്യാജ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമെന്ന് സൈബർ പോലീസ് കൂടെ മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഇതിൽ അവർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് അജ്ഞാതർക്ക് OTP നമ്പർ ഒരു കാരണവശാലും കൈമാറരുതെന്നാണ്. വ്യാജ സന്ദേശം അയക്കുന്നവർ തട്ടിപ്പിന് പല വഴികളും ഉപയോഗിക്കും. അതിലൊന്നാണ് ബാങ്കിൽ നിന്നുള്ള സന്ദേശമെന്ന് തോന്നിക്കുന്ന മെസ്സേജുകൾ. ഇത്തരം മെസ്സേജുകൾ അയക്കാറില്ലെന്ന് ബാങ്കുകാരും മുന്നറിയിപ്പുകൾ നൽകാറുണ്ട്. സംശയം തോന്നിയാൽ ബാങ്കിൽ ബന്ധപ്പെടാതെ മറുപടി അയക്കരുതെന്ന് പലതവണ ബാങ്ക് അധികൃതരും ഇടപാടുകാരെ അറിയിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണെങ്കിലും സൈബർ തട്ടിപ്പിന്റെ വാർത്തകൾ വരാത്ത ഒരു ദിവസവുമില്ല. OTP നമ്പർ ആർക്കും കൈമാറാതെ ഇരുന്നാൽ ഇത്തരം തട്ടിപ്പുകളിൽ ഭൂരിപക്ഷവും തടയാനാവും. പക്ഷെ വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ മുന്നറിയിപ്പിനെ അവഗണിച്ച് OTP നമ്പർ കൈമാറുന്നതാണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാൻ പ്രധാന കാരണം. ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന പോലീസും OTP കെണിയിൽ വീണതാണ് സൈബർ തട്ടിപ്പിലെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസറുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നാണ് OTP നമ്പർ കൈമാറിയത് വഴി 25,000 രൂപ പോയത്. എന്നാൽ സൈബർ ക്രൈം പോലീസ് ഇടപെട്ട് പണം പിൻവലിക്കുന്നത് തടഞ്ഞതിനാൽ പണം തിരികെ കിട്ടാൻ സാധ്യതയുണ്ട്. അക്കൗണ്ട്സ് ഓഫീസറുടെ ഔദ്യോഗിക അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്കാണ് ബാങ്കിൽ നിന്നെന്ന വ്യാജേന 24 മണിക്കൂറിനുള്ളിൽ KYC പുതുക്കിയില്ലെങ്കിൽ അക്കൗണ്ട് ക്യാൻസൽ ആകുമെന്ന സന്ദേശം എത്തിയത്. ഇത് ബാങ്കുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്താതെ സന്ദേശം കിട്ടിയ പാടെ ലിങ്കിൽ കയറി OTP കൈമാറി. പിന്നാലെ അക്കൗണ്ടിൽ നിന്ന് 25,000 രൂപ പിൻവലിച്ചെന്ന സന്ദേശം എത്തിയപ്പോഴാണ് തട്ടിപ്പ് പിടികിട്ടിയത്. ഓഫീസർ ഉടൻ 1930 എന്ന കൺട്രോൾ റൂം നമ്പറിൽ വിവരം അറിയിച്ചു. സൈബർ ക്രൈം പോലീസ് ഉടൻ ഇടപെട്ടതിനാൽ തട്ടിപ്പ് നടത്തിയതിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്നും അവരുടെ അക്കൗണ്ടിലേക്കാണ് പണം ട്രാൻസ്ഫർ ചെയ്തതെന്നും കണ്ടെത്തി. ഈ അക്കൗണ്ടിൽ വരുന്ന പണം മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നതായിരുന്നു തട്ടിപ്പുകാരുടെ രീതി. എന്നാൽ അങ്ങനെ മാറ്റുന്നതിന് മുൻപ് തടയാൻ ക്രൈം പോലീസിനായി. ഉടൻ തന്നെ ഇടപെട്ടതിനാലാണ് ഇങ്ങനെ തടയാനായത്. സാധാരണക്കാരുടെ പരാതിയാണെങ്കിൽ അന്വേഷണം വൈകുകയും പണം നഷ്ടപ്പെടാൻ ഇടയാകുകയും ചെയ്യുമായിരുന്നു. വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്ന കള്ളന്മാരുടെ രീതിയല്ല സൈബർ തട്ടിപ്പുകാർക്കുള്ളത്. അവർ ബുദ്ധി ഉപയോഗിച്ചാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കളിക്കുന്നത്. അതിനാൽ വളരെ സൂക്ഷിച്ചു വേണം പരിചയമില്ലാത്ത ലിങ്കിൽ കയറി സന്ദേശകർക്ക് മറുപടി നൽകാൻ തുനിയേണ്ടത്. വളരെ പരിചിതരല്ലാത്തവർക്ക് ഒരു കാരണവശാലും OTP നമ്പർ കൈമാറാനേ പാടില്ല. പോലീസിനെ പോലും പറ്റിക്കുന്ന കടുവയെ പിടിക്കുന്ന കിടുവകളാണ് തട്ടിപ്പുകാർ. അതിനാൽ ഓൺലൈൻ പണമിടപാട് നടത്തുന്നവർ ഇരട്ടി ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. കാരണം ഓരോ വർഷം പിന്നിടുമ്പോഴും സൈബർ തട്ടിപ്പുകൾ ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.